ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ സുഖം തന്നെയാണ്, എല്ലാവർക്കും സുഖമാണ്. എനിക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നു, പനിയൊക്കെ മാറി ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ്. ഞാൻ ലീവ് എടുത്ത ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, എനിക്കും കുറച്ച് സമയമൊക്കെ ഉറങ്ങണം, അതിനുവേണ്ടി തലേ ദിവസം കടിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിറ്റേ ദിവസം ആക്കം പോലെ നീക്കേണ്ടി വന്നുള്ളൂ. 8 മണിയൊക്കെ ആവാൻ സമയത്താണ് ഞാൻ നീച്ചത്. ഈ സമയത്തും നീക്കുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ ഏട്ടന് ഇന്ന് പണിയുണ്ട് കേട്ടോ. പണി എടുക്കുന്നിടത്തുനിന്ന് ചോറൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതാ വേഗം നീച്ച് കട്ടൻ ചായ വെച്ചു. പിന്നെ അതാ പാൽ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏട്ടനൊരു 8:15 8:30 ഉള്ളിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് പിന്നെ അത് നോക്കേണ്ടി വന്നില്ല കേട്ടോ. മറ്റേത് എങ്ങനെയാണെങ്കിലും എന്താ പറയുക, ഒരിക്കൽ ഞാൻ ഫുഡ് കൊടുത്തയക്കും, ഇല്ലെങ്കിൽ എനിക്കൊരു ഗതികേടാണ്. ഒരു പറയും ഹോട്ടലിൽ നിന്ന് കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് രാവിലത്തത് മതി, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയായാലും ഏട്ടന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏട്ടനുള്ള പാൽച്ചായ റെഡിയായി. അപ്പോഴേക്കും ഇതാ ഞാൻ പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ, അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. 2-3 പ്രാവശ്യം കഴുകിയെടുക്കും. റൈസ് കുക്കർ തന്നെ ഞാൻ അങ്ങനെ വെക്കലാണ് കേട്ടോ. തലേദിവസം വെള്ളം പാർന്നിടലൊന്നുമില്ല. വേണമെങ്കിൽ വെള്ളം പാർന്നിടുകയും ചെയ്യാം, പക്ഷേ ഞാൻ അതിൽ തന്നെ വെക്കും. ചെറിയൊരു ചൂടുണ്ടാവും, അപ്പോൾ പിന്നെ അതിൽ തന്നെ വെക്കും. അപ്പോൾ അത് നല്ലോണം ഒന്ന് 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് ഗ്യാസുമ്മ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഏട്ടനുള്ള ചായയും കടിയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് വെക്കുകൊണ്ട് ഇന്ന് എത്രയോ ഒരു ആശ്വാസം കേട്ടോ. രാവിലെ നീച്ച് വരാൻ തന്നെ എന്തോ ഒരു ഉന്മേഷം എന്നറിയോ. ഇങ്ങനത്തെ പണികളൊക്കെ ഒതുങ്ങിയതല്ല. പിന്നെ തലേ ദിവസം നമ്മളൊക്കെ ക്ലീൻ ആക്കി ഇടുകൊണ്ട് ഒക്കെ വൃത്തിയിൽ അവിടെ കിടക്കണമുണ്ട്. മറ്റേ രാവിലെ നീച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഏതൊക്കെ എടുക്കണ്ടേ, എന്തൊക്കെ ചെയ്യണ്ടേ എന്നുള്ള ആകെ കൂടെ ഒരു ടെൻഷനല്ലേ. പിന്നെ എന്തായാലും സമാധാനപരമായി ഏട്ടന് ചായയൊക്കെ കൊടുത്തു. അങ്ങനെ ഏട്ടൻ പണിക്ക് പോയിട്ടോ. ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് പോർച്ചിലിരിക്കുന്നത്. അപ്പോൾ ഒരു വണ്ടിയുമ്മലാണ് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ചു നേരം കൂടിയും കിടക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ആരും നീച്ചിട്ടൊന്നുമില്ലല്ലോ, ഈ പോയി കിടന്നു പറഞ്ഞിരുന്നു. പക്ഷേ പണികൾ ആലോചിക്കുമ്പോൾ പിന്നെ കിടക്കാനൊന്നും തോന്നൂല കേട്ടോ. കിടന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഇതാ പറയുമ്പോഴേക്ക് കഴിയും. പിന്നെ ഇതാ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മഴയാകൊണ്ട് തന്നെ ഡെയിലി ഒന്നും മുറ്റടിക്കാൻ പറ്റണില്ല കേട്ടോ. അമ്മയാണ് മുറ്റടിക്കുന്ന ആള്. പിന്നെ പറഞ്ഞാൽ എനിക്ക് സമയമില്ലല്ലോ രാവിലെ. പിന്നെ സമയം ഉണ്ടാക്കി ഞാൻ ചിലപ്പോൾ അടുക്കളേൻ്റെ ആ ഭാഗം ഒന്ന് അടിച്ചു വാരും കേട്ടോ. പിന്നെ ഉമ്മറും അനുമോളും അമ്മയൊക്കെയാണ് അടിക്കലുള്ളത്. അപ്പോൾ ഇപ്പം മഴ പെയ്യോണ്ടേ ഈ ഒരു എന്താ പറയുക, ഒരുപാട് ചമ്മലൊന്നുമില്ല, എന്നാലും ഉള്ളത് തോണ്ടിയാൽ കിട്ടുന്നല്ല കേട്ടോ. ചൂലുകൊണ്ട് അമ്മയ്ക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. വേനലാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് കുഴപ്പമില്ല. മഴക്കാലമായാലും മുറ്റടിക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ലീവുള്ള ദിവസമാണ് കാര്യമായിട്ട് മുറ്റടിക്കലുള്ളത്. അപ്പോൾ എല്ലായിടവും നടന്നടിക്കുകയാണ്. അപ്പോൾ ഞാൻ അടിച്ചു വരുന്ന സമയത്തൊന്നും അമ്മ നീച്ചിട്ടില്ല കേട്ടോ. അമ്മയും തന്നെ കിടക്കുകയാണ്. മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങനെ കിടക്കുകയാണ്. അച്ഛൻ പിന്നെ രാവിലെ വെട്ടാൻ പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ നീക്കുന്നതിന് മുന്നേ വെട്ടാൻ പോയിട്ടുണ്ട്. മഴയാണെങ്കിലും അച്ഛയ്ക്കൊക്കെ പ്ലാസ്റ്റിക് ഇട്ടുകൊണ്ട് വെട്ടുണ്ട്. പിന്നെ അതാ ചെടികളൊക്കെ ഓരോന്നായിട്ട് കണ്ണനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാനിവിടെ അടിച്ചു വരാൻ തുടങ്ങിയപ്പോൾ തന്നെ മക്കൾ നീച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള അമ്മേൻ്റെ ഉറക്ക്, ഇതാപ്പം നിങ്ങളെ കടത്തം, ഇതിനപ്പം തലേ ദിവസത്തൊക്കെ കാട്ടി വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുറ്റത്തുള്ള ചെടികളും മീനുകളും പച്ചക്കറികളും ഒക്കെ ശരിക്കും ഒന്ന് കണ്ടിട്ട് കുറേ ദിവസമായിട്ടോ. ഒക്കെ ഒന്ന് രാവിലെ ഇങ്ങനെ കണ്ടുപിടിച്ച് നോക്കുന്നല്ലാതെ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് അല്ലാതെ ഓരോരുത്തർ കൂടെ ഒന്നും പോയി നോക്കണില്ലല്ലോ. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ചെടികളും അമ്മേൻ്റെ പച്ചക്കറികളും കണ്ണൻ്റെ മീനും എല്ലേതും ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ടോ. അപ്പോൾ കണ്ണൻ അതൊക്കെ വീഡിയോ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മ അതാ കയ്പ നട്ടിട്ടുണ്ട്, വെണ്ട നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കായ പിടിച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, കാന്താരി, കറിവേപ്പില, പിന്നെ വഴുതനങ്ങ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ അതാ നമ്മളെ ചെടികളും ഒക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാക്കണേ നമ്മളെ നന്ദൂട്ടനും നീച്ച് വന്നിട്ടുണ്ട്. ഇതാ പമ്മേൻ്റെ ഉറക്ക്, ഇതാ പമ്മേൻ്റെ കടത്തം, ഇതാ പമ്മേൻ്റെ ലീവ് എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം ഞാനത് കൂട്ടുകാരോട് പറയട്ടെ, എൻ്റെ വോയിസ് കൊടുക്കട്ടെ പറഞ്ഞപ്പോൾ എൻ്റെ വായ പൊത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം പറഞ്ഞിരുന്നു ആരും എന്നെ വിളിക്കരുത്, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ നീക്കിയുള്ളൂ, ആരാച്ചാൽ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ പറഞ്ഞാലും നമുക്ക് അങ്ങനെ കാട്ടാൻ തോന്നൂലല്ലോ. പിന്നെ മുറ്റത്തുള്ള പുല്ലൊക്കെ പറിച്ച് ആകെ എന്ന് വൃത്തിക്ക് അടിച്ചു വാരി അനുമോളും കൂടിയിട്ടോ. പിന്നെ അങ്ങനെ രണ്ടാളും കൂടെ കൂടിയിട്ട് എല്ലായിടം വൃത്തിയാക്കി കയറിയപ്പോഴേക്കും 10 മണിയായിട്ടോ. സമയം കറക്റ്റ് 10 മണി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുളിയും കൂടിയും കഴിഞ്ഞിട്ട് ചായ കുടിക്കാന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു സമയത്ത് കുളിമുറിയിൽ കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ മക്കളെ വീഡിയോ ഒക്കെ എടുത്ത് ബെഡൊക്കെ വിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഓരെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഓല് ചെയ്തു തരലുണ്ട്. കൂട്ടുകാരെ വീഡിയോയിൽ കാണുന്നതല്ലേ.
പിന്നെ കുറേ ഞാൻ പറഞ്ഞും ചെയ്യിക്കലുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞു. ഒരു ഉഷാർ കേട്ടോ. മറ്റത് മഴ പെയ്യുന്നുണ്ടെങ്കിലും പണികളൊക്കെ ഇങ്ങോട്ട് മുറ്റത്തെ പണികളൊക്കെ ഉണ്ട് ഒതുങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആകെ വേർത്ത് കുളിച്ചിരുന്നു. ഒരു ചൂടുമ്പുകയായിരുന്നു കേട്ടോ. കുളി കണ്ട് കഴിഞ്ഞപ്പോഴേ വല്ലാത്തൊരു സുഖം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പണി എടുത്ത് അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷവും വേറെ തന്നെയാണ്. അപ്പം ആരും ചായ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അച്ഛ വിട്ടുകഴിഞ്ഞ് വന്ന് പിന്നെ അച്ഛ വേഗം ചായ കുടിച്ചിട്ട് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ഒരുക്ക് മൂന്നാൾക്കും മരുന്ന് കിട്ടും കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് മരുന്ന് കിട്ടും. മൂന്നാളും മരുന്ന് കഴിക്കുന്നവരാണെന്ന് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഹാർട്ടിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഏട്ടനായാലും അമ്മയ്ക്കായാലും അച്ഛനായാലും. അപ്പോൾ ഇന്ന് മരുന്ന് വാങ്ങാൻ പോകേണ്ട ദിവസമാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കിട്ടും, ബാക്കി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് അച്ഛന്ന് അതിന് പോയിട്ടുണ്ട്. അതാണ് അച്ഛനെ വീഡിയോയിൽ കാണാഞ്ഞത്. ഞാനപ്പോൾ മുറ്റടിക്കുന്ന സമയത്താണ് അച്ഛൻ പോയിട്ടുള്ളത്. പിന്നെ അതാ ചായ കുടിച്ചിട്ടില്ല, അമ്മയും തന്നെ കുടിച്ചിട്ടില്ല. അമ്മ 8:30-9 മണീൻ്റെ ഉള്ളിൽ ചായ കുടിച്ച് ഗുളിക കുടിക്കണതാണ് എന്നും. അപ്പം ഞാൻ വന്നപ്പോഴും ചായ കുടിക്കാതെ പേപ്പറും വായിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, എന്തിനാ ഞങ്ങൾ എന്നെ കാത്തിക്കണത്, ചായ കുടിച്ചുകൂടെയെന്നില്ലേ ചോദിച്ചപ്പോൾ അമ്മ പറയായിരുന്നു, ഒരു ദിവസം അങ്ങനെയും പോട്ടെ, എന്നും ഞാൻ ഒറ്റയ്ക്കല്ലേ കുടിക്കലുള്ളത്, നമുക്ക് എല്ലാവർക്കും ഒപ്പം കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പൂതിയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു കേട്ടോ. മറ്റേ എനിക്ക് പേടിയാണ് നേരത്തിന് ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ. അപ്പം ഞാനിവിടെ എന്താ പറയുക, നേരത്തെ ചായയും കടി ആക്കണത് തന്നെ ഓല വിചാരിച്ചിട്ടാണ് കേട്ടോ. അവർക്ക് നേരത്തെ വേണമെന്നില്ല, ഒരു 8-9 മണീൻ്റെ ഉള്ളിൽ മതി. എന്നാലും ഓല വിചാരിച്ചിട്ടാണ് ഞാൻ. അവർക്കൊക്കെ ഗുളിക കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ നേരത്തിന് കഴിക്കണ്ടേ, അച്ഛനായാലും അമ്മയ്ക്കായാലും ഏട്ടനായാലും ഒക്കെ. അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒപ്പം അങ്ങോട്ട് ചായ കുടിച്ചു കേട്ടോ. അമ്മയ്ക്ക് പിന്നെ രാവിലെ അങ്ങനെ കഴിക്കാനൊന്നും വേണ്ട കേട്ടോ. ദോശയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പൊട്ട് അങ്ങനെയൊക്കെയാണ്. അമ്മയ്ക്ക് ചോറാണ് കാര്യമായിട്ട് വേണ്ടത്. ഉച്ചയ്ക്ക് ചോറ് നന്നായിട്ട് കഴിക്കും. പക്ഷേങ്കിൽ അതിലേക്ക് കറികൾ അങ്ങനെ ഇന്നത് വേണമെന്ന് അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. ഒരു ചമ്മന്തി ആണെങ്കിലും അമ്മ ചോറ് കഴിക്കും കേട്ടോ. പിന്നെ ഉണക്കമീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇതാ ഞങ്ങൾ 5 കൂടെ ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്തൊന്നും തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ചോറിനുള്ള പരിപാടിയൊന്നും നോക്കിയിട്ടില്ല. അപ്പം ഇന്ന് സാവകാശമാണ്. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല കേട്ടോ. അടുത്ത കാലത്തൊന്നും ഇത്ര നേരം വൈകി ഞാൻ തീ കത്തിച്ചിട്ടില്ല. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 11 മണിയായിട്ടോ. ഞങ്ങൾ ചായ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെയാണ് അടുക്കളയ്ക്ക് വന്നത്. പിന്നെ അതാ ഞാൻ ചുട്ടിട്ടുള്ള ചപ്പാത്തിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ പാക്കറ്റ് ചപ്പാത്തി തലേദിവസം കൊണ്ടുവന്നായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതെടുത്തിട്ട് കണ്ണം വേഗം ചൂടാക്കി. പിന്നെ അതാ ഞാൻ ഗ്യാസമ്മ ഒരു ചെമ്പ് കഴുകിയിട്ട് പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ കത്തിക്കുമ്പോഴേക്കും അവിടെ ഒന്ന് കിടന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്യാസമ്മ അത് കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അനുമോൾ ഇതാ ചായ കുടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ എല്ലാവരും കഴുകി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനിതാ തീ കത്തിക്കുകയാണ് കേട്ടോ. നമ്മളെ വിറകടുപ്പ് കത്തിച്ചാലുള്ളൂ അന്നത്തെ ഒരു ദിവസം എനിക്ക് ഉഷാറുണ്ടാവുക. വെറും ഗ്യാസുമ്മലാവുമ്പോൾ അതെന്തോ പോലെയാണ് കേട്ടോ. അടുപ്പത്ത് എനിക്ക് ചോറെങ്കിലും വെക്കണം, എന്തെങ്കിലും ഒരു സംഭവം വെച്ചാലുള്ള ഒരു സമാധാനം കിട്ടുക. ഈ അടുപ്പിനോട് എനിക്ക് അത്രയേ ഇഷ്ടമാണ് കേട്ടോ. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു അടുക്കളയാണ്. അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു അടുക്കളയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളെ പഴയ വീട്ടിലാണെങ്കിലും നല്ലൊരു അടുക്കളയൊന്നും ആയിരുന്നില്ല കേട്ടോ. എന്താ പറയുക, പുറത്തേക്ക് ഇങ്ങനെ ഇറക്കി കെട്ടിയിട്ടുള്ള അടുക്കളയായിരുന്നു. പിന്നെ അടുപ്പൊക്കെ ഇഷ്ടികയും കൊണ്ടുള്ള അങ്ങനത്തെ അടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ പോരുന്നത് വരെ ഇവിടുത്തെ അതേപോലെ തന്നെ പുറത്തേക്ക് ഇങ്ങനെ ഇറക്കി കെട്ടി അങ്ങനത്തെ ഒരു അടുക്കളയും അടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നല്ലൊരു വീതനയും അടുപ്പും അടുക്കളയും ഒക്കെ ഉള്ളതിന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് വെച്ചപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞൊരു കാര്യമാണ്, അടുക്കള അതെനിക്ക് അടച്ചുറപ്പുള്ളതാവണം. എനിക്ക് ഒറ്റയ്ക്ക് പുലർച്ചയ്ക്ക് ഏത് സമയത്തും ഒറ്റയ്ക്ക് നീച്ച് പണിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാവണം. മറ്റത് ആരെങ്കിലും എനിക്ക് തുണയ്ക്ക് നീക്കണമായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ അടുക്കളയ്ക്ക് വാതിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു അടുക്കളയായത് മുതൽ ഞാൻ ഒറ്റയ്ക്ക് നീച്ചിട്ട് പണിയെടുക്കും കേട്ടോ. എപ്പോഴായാലും അന്ന് ആരെങ്കിലുമൊക്കെ തുണയ്ക്ക് ഇങ്ങനെ നീച്ച് വന്ന് അവിടെ ഇരിക്കും, അല്ലെങ്കിൽ അവിടെ കിടക്കും, എന്നിട്ട് ഞാൻ പണികളെടുക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് മറക്കാൻ പറ്റൂല. എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓർത്തെടുക്കുമെന്ന് പറഞ്ഞില്ലേ, അത് മനസ്സിലേക്ക് ഇങ്ങനെ വരും കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ. അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ പറ്റൂലല്ലോ. പിന്നെ അതാ വീണ്ടും മഴ പെയ്തിട്ടുണ്ട്. ഏതായാലും മഴ പെയ്യുന്നതിന് മുന്നേ എൻ്റെ മുറ്റടിക്കൽ കഴിഞ്ഞത് ഒരു സമാധാനം കേട്ടോ. പിന്നെ അതാ അമ്മേൻ്റെ ചായ കുടിക്കലും ഗുളി കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അമ്മ പുറത്തു കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കൈക്കോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുത്തിമാന്തി അമ്മയ്ക്ക് പണി ഉണ്ടാവട്ടെ. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടുക, അല്ലെങ്കിൽ അതിന് വളം ഇട്ട് കൊടുക്കുക, എന്തെങ്കിലും. അല്ലെങ്കിൽ വെള്ളം പോണത് നേരെ, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ അവിടെ നിന്നൊക്കെ വെള്ളം ഒലിച്ച് പോകുമല്ലോ, അത് നേരെ അല്ലെങ്കിൽ അത് നേരെയൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും തിരുപ്പം പണി എടുത്തിട്ട് അമ്മ അങ്ങനെ നടക്കും. അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അതൊക്കെ കേട്ടോ.
അപ്പോൾ ഇതാ അമ്മ അങ്ങനെ നടക്കുകൊണ്ട് തന്നെ നമുക്ക് തൊടുകയിൽ എന്തെങ്കിലും ഉണ്ടാവും ചെയ്യും. പച്ചമുളകായാലും കാന്താരി ആയാലും എന്തെങ്കിലും പച്ചക്കറികളൊക്കെ അമ്മ അങ്ങനെ നടക്കുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ്ടേ. പിന്നെ ഇതാ ഞാൻ വേഗം അടുക്കളയ്ക്ക് തന്നെ പോന്നിട്ടുണ്ട്. മഴയൊക്കെ ഒന്ന് കണ്ടിങ്ങനെ നിന്നിട്ട് അമ്മേനോട് പറഞ്ഞെങ്കിൽ മഴയത്തിൽ കൂടെ പോകണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരം ഒന്ന് അവിടെ നിന്നു കേട്ടോ. പിന്നെ അകത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ മക്കൾക്ക് ചിക്കൻ പൊരിക്കായിട്ട് ഇങ്ങനെ ഒരു സഞ്ചാരം കേട്ടോ. ഓരോ ആഗ്രഹമാണല്ലോ നമ്മൾ കടയിൽ ഉണ്ടാക്കി അതേപോലത്തെ ചിക്കൻ ഫ്രൈ വേണമെന്നുള്ളത്. അപ്പോൾ അതിനാണല്ലോ തലേ ദിവസം ഇതൊക്കെ ചെയ്ത് വെച്ചത്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുമല്ലോ, ആ വെള്ളത്തേക്ക് ഇതാക്കണം. ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവറും മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എത്രയും വേണ്ടത് വെച്ചാൽ ഇട്ട് കൊടുക്കുക. പിന്നെ അരിപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നമ്മളെ പത്തിരിപ്പൊടി ഇല്ലേ, അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് തലേ ദിവസം ഞാൻ ചെയ്ത് വെച്ചിട്ടില്ല. അത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു സമയത്താണ് ഞാൻ ചെയ്ത് വെക്കണത്. നമ്മൾ അന്ന് തന്നെ ചിക്കൻ കൊണ്ടുവന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ മസാലയിൽ തന്നെ ഇതൊക്കെ കൂട്ടി വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് വീണ്ടും ആ ഒരു മുട്ടയിലും അതുപോലെ കോൺഫ്ലവറിലൊക്കെ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും അതിൻ്റെ മുന്നേ കുറച്ച് പണികളുണ്ട് കേട്ടോ. അപ്പം ഇന്ന് മുരിങ്ങയാണ് താളിക്കുന്നത്. ചിക്കൻ ഫ്രൈയും മുരിങ്ങ താളിപ്പും പപ്പടമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറോ കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മക്കൾ പറഞ്ഞു അവർക്ക് നെയ്ച്ചോറൊന്നും വേണ്ട, മയോണൈസും ചിക്കനും മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നെയ്ച്ചോറുമ്മയ്ക്കൊന്നും പോയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ വിളിക്കണ്. ഞാൻ ഏതായാലും ലീവാണല്ലോ, അപ്പോൾ അച്ഛൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കുറേ ദിവസമായിട്ടോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അച്ഛൻ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ മക്കളെ കാണും, അല്ലെങ്കിൽ എന്നെ കാണും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഏതായാലും എനിക്ക് ലീവായപ്പോൾ അച്ഛൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അച്ഛൻ വരുമ്പോഴേക്കും വേഗം ഫുഡൊക്കെ ആക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം മഴ ഇന്ന് കുറഞ്ഞപ്പോഴേ ഞാൻ പുറത്തേക്ക് മുരിങ്ങ ഒടിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം മുരിങ്ങ എന്താ പറയുക, മുരിങ്ങ ഉപ്പേരി ആയാലും താളിപ്പായാലും ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഉപ്പേരിക്കാണെങ്കിൽ കുറച്ച് അധികം ഊരിയിരിക്കണം. അപ്പം അതിനാവില്ല വിചാരിച്ചിട്ട് വേഗം താളിക്കാൻ നിൽക്കുകയാണ്. താളിപ്പാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറയലില്ലേ, ഞങ്ങൾക്ക് ഇവിടെ താളിപ്പ് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ താളിപ്പ് ഒരു മീൻ വറുത്തതും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഏതായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയാണ്, അടിപൊളി മുരിങ്ങയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ തെഴുത്ത് വരികയാണ്. അപ്പോൾ ആ ഒരു മുരിങ്ങ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒടിക്കണം. ആ ഒടിക്കണത് മുരിങ്ങയ്ക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒടിക്കുമ്പോൾ പുതിയത് ഇങ്ങനെ വരുമല്ലോ, അതിന് കുറച്ച് ടേസ്റ്റ് കൂടുതൽ. ഇവിടെ അമ്മ അങ്ങനെ പറയും. അപ്പം ഞാനിവിടെ അടുക്കളയ്ക്ക് വന്നപ്പോഴേക്കും ഇതാ ഒരാളിവിടെ മയോണൈസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണില്ല. എന്താ വെച്ചാൽ അതൊക്കെ പഴയ കുറേ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് തപ്പിയാണ്ടൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനാണ് മയോണൈസ് ഉണ്ടാക്കുന്ന ആൾ. ഓനിഷ്ടമാണ് കേട്ടോ, ഉണ്ടാക്കാനും അറിയാം. അപ്പോൾ അറിയാത്ത കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ച് ചെയ്യും. പിന്നെ അതാ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഇതാക്കണം നമ്മളെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 പീസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കണത് കേട്ടോ. ഒരുപാടൊന്നും ഇടാൻ പറ്റൂല. പിന്നെ വലിയ ചട്ടി എടുക്കണം. അപ്പോൾ അതിലേക്ക് കുറേ ഓയിലും വേണ്ടി വിചാരിച്ചിട്ടാണ് ഞാൻ ആ ചെറിയ ചട്ടി എടുത്തത്. പിന്നെ അതാ കണ്ണ മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. മയോണൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ആ മഞ്ഞ കരുവില്ലേ അത് എടുക്കൂല കേട്ടോ, വെള്ളം മാത്രമേ എടുക്കുള്ളൂ. ഞാനാണെങ്കിൽ പിന്നെ ഒന്നിൻ്റെയൊക്കെ എടുക്കും. കണ്ണ് തീരെ എടുക്കൂല കേട്ടോ. കണ്ണ് ഫുള്ള് വൈറ്റ് എടുക്കുള്ളൂ, എന്നാലേ നല്ല കളർ ഉണ്ടാവുള്ളൂ എന്ന് പറയും. അതിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ടില്ല. ഞാനാണെങ്കിൽ കുറച്ച് കുരുമുളകൊക്കെ ചേർക്കും, അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ ഒരു ഭാഗം അങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പതുക്കെ എന്താ പറയുക, സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ, എന്നാലേ അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകൊണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കനൊക്കെ. ഫ്രിഡ്ജിൽ വെച്ചാൽ അല്ലെങ്കിലും ആ ഒരു ചിക്കനോ ബീഫ് എന്താണെങ്കിലും ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ റേഷൻ അരിയാണ് ഇട്ടിട്ടുള്ളത്, വേഗം ആവാൻ വേണ്ടിയിട്ട്. നല്ല അരിയാണ് കേട്ടോ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഒരു അത്യാവശ്യം 1 മണിക്കൂറിൻ്റെ അടുത്ത് വേവൊക്കെ ഉണ്ട്. മറ്റേത് അത്രയൊന്നും ഉണ്ടാവലില്ല. അപ്പോൾ അത് നല്ലോണം വെട്ടി തിളച്ചപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണം, നമ്മൾ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ, അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഇവിടെ ഏതായാലും തീ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ വെറുതെ ഗ്യാസ് കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും ആയി കിട്ടും. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ അടുപ്പത്ത് വെച്ചിട്ടും കരിയൊന്നും ഇല്ലല്ലോ, ഗ്യാസുമ്മ വെച്ച പോലെ തന്നെയാണല്ലോ എന്നുള്ളത്. ഇത് ആലുവ അടുപ്പാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ പറയും. പുകയില്ലാതെ എന്തായാലും അടുപ്പിൽ കത്തൂല, പക്ഷെ അങ്ങനെ പറച്ചിൽ പുകയില്ലാത്ത അടുപ്പ് എന്ന് പറയും. അതിൽ വെച്ചാൽ എന്താണെന്നറിയോ, അതിൻ്റെ അടിഭാഗത്ത് മാത്രം ഒരിത്തിരി കരിയാവുള്ളൂ. നമ്മളെ പാത്രങ്ങൾ ഒരുപാട് ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. ഞാനിവിടെ പുറത്ത് കൊണ്ടുപോയിട്ട് പാത്രം കഴുകൽ തന്നെയല്ല, ഫുള്ള് സിങ്ക് തന്നെയാണ്. എന്താ വെച്ചാൽ അതിന് മാത്രം കരിയേ ഉണ്ടാവുള്ളൂ.
പിന്നെ ഇതാ ഞാൻ മുരിങ്ങ ഉരാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ അത് അച്ഛൻ മരുന്നൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിക്കുന്നു ഫുള്ള് മരുന്ന് കിട്ടി വയ്ക്കുന്നു, എവിടെ കിട്ടിയിട്ടൊന്നുമില്ല, കുറച്ച് കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഏട്ടനാണെങ്കിലും 2 വീതം മരുന്നൊക്കെ അവിടെ നിന്ന് കിട്ടുള്ളൂ കേട്ടോ. അമ്മയ്ക്കും ഒരു 3-4 വീതം കിട്ടും, അച്ഛനും അങ്ങനെ തന്നെയാണ്. ബാക്കി ഫുള്ള് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം. ഇതന്നെ ഒരു മാസത്തേക്കൊന്നും ചിലപ്പോൾ തികച്ച് കിട്ടൂല. അപ്പോൾ ഇപ്രാവശ്യം ഒരു പുതിയ സൈസ് മരുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതാന്ന് എന്നോട് നോക്കാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ആര് മരുന്ന് കുടിക്കുകയാണെങ്കിലും എന്നോട് ചോദിക്കട്ടോ, ഒരു ചെറിയ സംശയം ഉണ്ടായാൽ മതി. അപ്പം എന്നോട് ചോദിച്ചിട്ടേ ഒരു കുടിക്കുള്ളൂ. ഞാനാണ് ഓരോരുത്തർക്കും എടുത്തു കൊടുത്തിരുന്നത്, ഇപ്പോഴാണ് അതൊക്കെ മാറ്റിയത് കേട്ടോ. ഇപ്പോൾ അവർക്കൊക്കെ ഒന്ന് എന്താ പറയുക, ആദ്യത്തെ അത്ര കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരെണ്ണെടുത്ത് കഴിക്കുന്നത്. മറ്റേ ഞാൻ നേരത്തിന് എടുത്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഏതായാലും ഒരെണ്ണെടുത്ത് കഴിക്കും. എന്നാലും ചെറിയ സംശയങ്ങളൊക്കെ ചോദിച്ചാൽ അത് വേഗം ഞാൻ തീർത്ത് കൊടുക്കും. ഇല്ലെങ്കിൽ പേടിയല്ലേ, മരുന്നിൻ്റെ കാര്യമല്ലേ. പിന്നെ ഇതാ മുരിങ്ങയൊക്കെ ഊരിയെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പപ്പടം കാച്ചിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ പപ്പടം കാച്ചിയെടുത്തത്. അതുകൊണ്ട് തന്നെ പിന്നെ അതിൽ തന്നെ ഞാൻ ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ചിട്ട് താളിപ്പും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇവിടെ അധികവും നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. ഓയിൽ എപ്പോഴെങ്കിലും വാങ്ങുള്ളൂ. ഓയിൽ വാങ്ങുന്നതിനോട് ഏട്ടന് വലിയ യോജിപ്പൊന്നുമില്ല. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയല്ലേ. ഞങ്ങളവിടെ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 420 രൂപയാണ് കേട്ടോ. കൂട്ടുകാരെ അവിടെയൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയുകൊണ്ടേ. ഭയങ്കര വില വെച്ചാൽ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഏതായാലും മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കി. എന്താ പറയുക, എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ പരിപ്പും മുരിങ്ങയും വെക്കുകയാണെങ്കിലും ഒക്കെ എളുപ്പം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഗ്യാസുമ്മ ചെയ്തു. ചിക്കൻ ഇതാ ഇവിടെ രണ്ടാമത്തെ ആ ഒരു ഭാഗം കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 ഭാഗമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ 2 പീസ് വേണം മക്കൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ അല്ലേ, ഓല ആഗ്രഹങ്ങൾക്കല്ലേ നമ്മളിങ്ങനെ ഓടുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കുക തന്നെ. പിന്നെ ഇതാ ഒരു 1 മണിയൊക്കെ ആകാൻ സമയമായപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പം അച്ഛനെയും കൂട്ടുകാർ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടാവൂലേ. നന്ദുവിൻ്റെ പിറന്നാളിനൊന്നും അച്ഛന് വരാൻ പറ്റിയിട്ടില്ല. അച്ഛൻ പണിയെടുക്കുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചായ വെച്ചു. ചായ ഉണ്ടാക്കിയിട്ട് അച്ഛൻ കുറച്ച് ബേക്കറി കൊണ്ടുവന്നിരുന്നു, അതൊക്കെ കൊടുത്തു. പിന്നെ ഇപ്പോൾ ചോറുണ്ണാനായില്ലേ. അപ്പോൾ അച്ഛൻ സാധാരണ വരുമ്പോൾ ചിക്കനോ മീനോ ഒക്കെയാണ് കൊണ്ടുവരലുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എന്നോട് വിളിച്ച് ചോദിച്ചിരുന്നു കേട്ടോ, എന്താ വേണ്ടത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും വേണ്ട, ഇങ്ങോട്ട് പോരി, ഇവിടെ ഉണ്ട് സാധനങ്ങളൊക്കെ എന്നേം പറഞ്ഞു. മറ്റേത് അച്ഛൻ കൊണ്ടുവന്നിട്ട് അതങ്ങനെ ഉണ്ടാക്കുക. പണ്ടേ ഉള്ള ശീലമാണ് കേട്ടോ. ചിക്കനോ മീനോ എന്തെങ്കിലും കൊണ്ടേ അച്ഛൻ വരുള്ളൂ. പല വീഡിയോസിലും കൂട്ടുകാർ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഇതാ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അച്ഛനൊക്കെ അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. അമ്മ കുളിക്കാനൊക്കെ പുറപ്പെടുന്നുണ്ട്. എത്ര സമയം ഉണ്ടെങ്കിലും അമ്മ ഉച്ച സമയത്താണ് കുളിക്കുക കേട്ടോ. പിന്നെ ഏത് വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ ചൂടുവെള്ളത്തിലാണ് അമ്മ കുളിക്കുക. അമ്മയ്ക്ക് ഭയങ്കര തണുപ്പാട്ടോ. തണുപ്പ് സഹിക്കാൻ കഴിയാത്ത ആളാണ്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുളിക്കാനൊക്കെ പുറപ്പെടുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നിടത്ത് മക്കൾ വന്ന് നിൽക്കുന്നു. ഒരിക്കൽ ഇന്ന് എന്താ പറയുക, സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. ഞാനിപ്പോൾ കച്ചവടത്തിന് പോയി തുടങ്ങിയപ്പോഴാണ് എന്താ പറയുക, ഞാനില്ലാത്തതിൻ്റെ ആ ഒരു ഇത് അവർക്ക് മനസ്സിലാവണം കേട്ടോ. മറ്റേത് ഒരു വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഞാനല്ലേ. അപ്പം അത്രയ്ക്ക് അവർക്ക് തോന്നിയിരുന്നില്ല. എനിക്കും തന്നെ എൻ്റെ മക്കളെ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. വൈകുന്നേരം സമയത്തും 4 മണിക്ക് ചായ ഉണ്ടാക്കി കടി ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓടിയേ പറ്റുള്ളൂ. ഒരാൾ ഓടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എത്തൂല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മയോണൈസൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇതാ അച്ഛനൊക്കെ ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചോറും മുരിങ്ങ താളിപ്പും അതേപോലെ ചിക്കനും പപ്പടവും അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മക്കളാണെങ്കിൽ രാവിലത്തെ ചപ്പാത്തി മയോണൈസും ചിക്കനുമാണ് കഴിക്കുന്നത്. അപ്പോൾ അവർക്കാണ് ഞാൻ ആദ്യം കൊടുത്തത് കേട്ടോ. ഓരോ ആഗ്രഹമല്ലേ. അപ്പോൾ ഇന്ന് ഇവിടെ ഏട്ടല്ലാത്തത് വല്ലാത്തൊരു കുറവ് തന്നെയാണ്. ഏട്ടനോട് ഞാൻ കുറേ ലീവ് എടുക്കാൻ പറഞ്ഞു. പക്ഷേ താമസമുള്ള വീട്ടിലാണ് പണിയുള്ളത്. അപ്പോൾ ഒരു ചീത്ത പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലീവ് എടുക്കാതിരുന്നത്. അപ്പോൾ ലീവ് ആക്കുമ്പോൾ എല്ലാവരും ഒപ്പിരിക്കണം എന്ന് വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടല്ലാത്തത് ഭയങ്കര ഒരു ഇതായിട്ടോ. അപ്പോൾ മക്കൾ പറയുന്നുണ്ട്, അച്ഛൻ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി കേട്ടോ. അച്ഛന് ലെഗ് പീസും പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതും കൂടി എടുത്തേക്കണമെന്ന് നന്ദു അങ്ങനെ എടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ആദ്യം എടുത്ത് വെച്ചിട്ടാണ് മക്കൾക്കും കൂടിയും കൊടുത്തത്. അപ്പോൾ ഓർക്കും തന്നെ അച്ഛല്ലായിട്ട് വല്ലാത്തൊരു ഇടങ്ങേറ്. അപ്പോൾ ഉച്ച സമയത്ത് ഞങ്ങൾ വിളിച്ചു കേട്ടോ, ചോറുണ്ണാൻ വരികയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഇവിടെ ഭയങ്കര തീറ്റയിലാണ് കേട്ടോ. വേറെ ഒന്നിക്കും ഒരു ശ്രദ്ധ അല്ല. 3 ആളും മയോണൈസിലൊക്കെ കൂട്ടിയിട്ട് നല്ല തീറ്റയിലാണ്. അപ്പം ഞാനും അമ്മയൊന്നും ചോറുണ്ണാൻ തുടങ്ങിയിട്ടില്ല. ഓരൊക്കെ നന്നായിട്ട് തിന്നൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഈ തിന്നണതും സന്തോഷിക്കണതും കാണുമ്പോൾ തന്നെ അമ്മക്ക് വയറ് നിറയൂലേ. അപ്പം ഞാനും ഇതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ചപ്പാത്തി എടുക്കാൻ പോയില്ല കേട്ടോ. ചോറും മുരിങ്ങ താളിപ്പും അതേപോലെ തന്നെ പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര പപ്പടവും ഞാൻ കഴിക്കും. അങ്ങനെ പപ്പടവും ഒരു ചിക്കൻ പീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചോറിനലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ പോവുകയാണെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ലീവല്ലേ, അപ്പം ഇനി ഇജ്ജ് ഉറങ്ങിക്കോ കുറച്ച് സമയം, ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ റെസ്റ്റും കാര്യങ്ങളൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോവാൻ പുറപ്പെടുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ അച്ഛനോട് 4 മണിക്കൊരു ബസ് ഉണ്ട്, നേരിട്ട് അവിടേക്കാണ് കേട്ടോ, വീട്ടിലേക്കാണ്. അപ്പോൾ വേണ്ട ഞാൻ പോട്ടെ കുട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അനുമോൾ ഇതാക്കണേ പണികളൊക്കെ കഴിഞ്ഞിരുന്നു, പക്ഷെ അവിടെ എന്തോ ഉറുമ്പ് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സിറ്റ് ഔട്ട് അടിച്ചു വരുന്നുണ്ട്. അപ്പോഴേക്കും ഇതാക്കണേ ഞാൻ ഫുള്ള് തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ അടുക്കളയത്തെ പാത്രം കഴുകലും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കൊന്നും വേണ്ട, എല്ലേതും ഉണ്ട്. അപ്പോൾ ഇനി മൊത്തം റെസ്റ്റാണ് കേട്ടോ, വേറെ പണികളൊന്നും ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല. സാധാരണ അങ്ങനെ ലീവുള്ള ദിവസം തട്ടാനും കൊട്ടാനും അങ്ങനത്തെ പണികളൊക്കെ എടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് മക്കൾ അങ്ങനത്തെ പണികളൊന്നും എടുക്കരുതെന്ന് ആദ്യം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ഓരോ പിരിക്കാനും കിടക്കാനും ഒന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ തുടയ്ക്കലും എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോഴേക്കും തിരുമ്പിയത് ഇതാക്കണം ഞാനിവിടെ ബക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, തോരട്ടിട്ടില്ല. അപ്പോൾ മക്കൾ തോരടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞപ്പോഴേക്കും 3 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ശരിക്കും അതിൻ്റെതൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. എങ്ങോട്ടേലും പോകുമ്പോഴാണ് വീട്ടിലിരിക്കണം എന്നും കിടക്കണം എന്നും ഒക്കെ നമുക്ക് തോന്നുക. അതങ്ങനെയാണല്ലോ അല്ലേ. അപ്പം അമ്മ ദാ ഗുളിക കുടിക്കാൻ പുറപ്പെടുന്നുണ്ട്. അമ്മ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ടേ കിടക്കുള്ളൂ. അപ്പം ഞാനും മക്കളും കൂടി ഇതാ എല്ലാവരും കൂടി ഒരുമിച്ച് നമുക്ക് റൂമിൽ കിടക്കുക, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നീക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിടക്കണം. അപ്പോൾ ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു ആണെങ്കിൽ സൈക്കിൾ കിട്ടിയോടന്ന് ഇങ്ങോട്ട് സൈക്കിളുമ്പോൾ ഇറങ്ങാതെ ഇത് തന്നെയാണ് കേട്ടോ പണി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലീവുള്ള ദിവസം ഇതൊക്കെയായിരുന്നു പരിപാടി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ. പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ലിജി ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ലിജിക്ക് വലിയൊരു ഹായ് ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്